ക്രിസ്ത്യൻസ് ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് ഇനി തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 5-ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കഴിയുന്നത്ര വോട്ടുറപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അതിനു മുമ്പ് തിരുവല്ലയിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. FCRA നിയമ ഭേദഗതി അടക്കമുള്ള വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എന്ത് പ്രതികരണം നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു സഭാധ്യക്ഷന്മാരുമായി അടക്കം കൂടിക്കാഴ്ചകളും നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറിമറിയുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. 3 ജില്ലകളിൽ ആണ് രാഹുൽ ഗാന്ധിക്ക് പരിപാടികളുള്ളത്. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെത്തുന്ന രാഹുൽ ഗാന്ധി പിന്നീട് ആലപ്പുഴയിലേക്ക് പോകുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടത്ത് പ്രചാരണം നടത്തുന്നു എന്നതിനോടൊപ്പം തന്നെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അങ്ങനെ 3 ക്യാപ്റ്റന്മാർ ഒരേ സമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ പ്രത്യേകത. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ഡാൻ കുര്യനാണ്. ഡാൻ കുര്യനിലേക്ക്, അതിനുശേഷം നവമി ദിനേശും, ഒപ്പം കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുണും ഒപ്പം TG സജിത്തും ചേരും. ആദ്യം ഡാനിലേക്ക് എത്തുമ്പോൾ, ഡാൻ, നേരത്തെ തന്നെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയത്. അതിനുശേഷം തൃശ്ശൂരിൽ വലിയ റോഡ് ഷോ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ തിരുവല്ലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തേക്കും എത്തുന്നു. അവിടെ തിരുവല്ല എന്നത് പ്രധാനപ്പെട്ടതാകുന്നത് തിരുവല്ല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നമുക്കറിയാം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഇടം ആണ്. അവിടെയാണല്ലോ ഈ FCRA നിയമ ഭേദഗതി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെയുള്ള നിയമങ്ങളോടൊപ്പം ചില ഭേദഗതികൾ കൂടി വരുത്തുമ്പോൾ അത് ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളെ അടക്കം ബാധിക്കുമോ എന്ന ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടകം പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് അത്തരം വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ് ഈസ്റ്ററിന് തൊട്ട് തലേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ ആദ്യം അദ്ദേഹം ആദ്യ പരിപാടി നടക്കുന്ന തിരുവല്ലയിലേക്കായിരിക്കും പോവുക. ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗമാണ് പിന്നീട് ഈ പൊതുയോഗം നടക്കുന്ന തിരുവല്ലയിലേക്ക് എത്തുക. അവിടെ NDAയുടെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. അവിടെ അദ്ദേഹം FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ പരസ്യമായ പ്രസ്താവനയായി നടത്തുമോ എന്നാണ് ഏവരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വൈകുന്നേരം 5 മണിയോടെ NDA പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനായി റോഡ് ഷോയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി എത്തുക. 50,000 പ്രവർത്തകർ തലസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അതായത് 2 പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് BJP ലക്ഷ്യം വെക്കുന്ന നേമം, അതോടൊപ്പം തിരുവനന്തപുരം, ഈ 2 മണ്ഡലങ്ങളുടെ ഹൃദയഭാഗമാണ് കിള്ളിപ്പാലവും കരമനയും. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോയിലൂടെ നേമത്തടക്കം BJPയുടെ മുന്നേറ്റം അത് വലിയ തരത്തിൽ സജീവമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. കാരണം പ്രധാനമന്ത്രി വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുന്നതിലൂടെ BJPയുടെ വിജയ പ്രതീക്ഷകൾക്ക് അത് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന വിലയിരുത്തലാണ് BJP ക്യാമ്പ്. കാരണം മറുവശത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ തമ്പടിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചാരണം നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലേക്കാണ് പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നത്. അതായത് ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 3 മുന്നണികളുടെയും പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നത്. അതിന് ആവേശം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്.
യെസ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ വലിയ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ ആണ് നിറയെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഡാൻ, ഇതിൽ ഈ സൂചിപ്പിച്ച പോലെ FCRA മാത്രമല്ല മറ്റു പല വിഷയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ റോഡ് ഷോ മാത്രമാണ്. തിരുവനന്തപുരം ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന നിയമസഭാ സീറ്റുകൾ ഉള്ള മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് എന്ന് നമുക്കറിയാം. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെ ഇത്തവണ കരുത്തറ്റ പോരാട്ടം, ആറ്റിങ്ങലിലും അതിശക്തമായ മത്സരം എന്ന നിലയിലേക്ക് BJP വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റു വിഷയങ്ങളിലടക്കം നമുക്കറിയാമല്ലോ, ഇപ്പോൾ പാലക്കാട് വന്നപ്പോൾ അദ്ദേഹം ഡീൽ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് CPIM പറയുന്നു BJPയുമായി കോൺഗ്രസും ധാരണയിലെത്തിയിരിക്കുന്നു എന്ന്. കോൺഗ്രസ് പറയുന്നു CPIMുമായി BJP ധാരണയിലെത്തിയിരിക്കുന്നുവെന്ന്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ടീം BJP ആണ് എന്നത് വ്യക്തമാണല്ലോ എന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് തിരുവല്ല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെയും ഒരു ശക്തിപ്രകടനത്തിനുള്ള വേദിയാക്കി അതിനെ മാറ്റുവാനായിരിക്കില്ലേ BJP ശ്രമിക്കുക? നമുക്കറിയാം, സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ മൂന്ന് മുന്നണികൾക്കും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ LDFനും UDFനും BJPക്കും കൃത്യമായ സ്വാധീനം ഭൂരിപക്ഷ സമുദായത്തിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ BJPക്ക് പിന്നീട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ മാത്രമാണ് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവർ പരിഗണിക്കുന്നതേ ഇല്ല. അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തന്ത്രപ്രധാനമായ 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ തിരുവല്ല എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ കൃത്യമായി ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സാന്നിധ്യം ഏറെയുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള തിരുവല്ലയിൽ അനൂപ് ആന്റണിക്ക് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തുന്നതിലൂടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കൃത്യമായ ഒരു സ്വാധീനം ഉറപ്പാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ മുമ്പോട്ട് വെച്ച ആശങ്കകൾ നമുക്കറിയാം. അത് വലിയ തരത്തിൽ പരസ്യമായ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. അതിനൊടുവിലാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു, കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ഇന്നലെ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അതിനൊടുവിൽ ശുഭകരമായ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന പ്രസ്താവനകളുമായി ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ തന്നെ രംഗത്തെത്തുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായത്. അതിനപ്പുറത്തേക്ക് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. അത് തങ്ങൾക്ക് മധ്യ കേരളത്തിൽ അനുകൂലമായി മാറുമെന്നും അവർ കരുതുന്നു. നേരത്തെ പാലായിലടക്കം പ്രധാനമന്ത്രി എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് ആ പ്രോഗ്രാമിൽ ഒരു മാറ്റം വരുത്തുകയും തിരുവല്ലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. അതോടൊപ്പം തലസ്ഥാനത്തേക്ക് എത്തുന്നതിലൂടെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച അതാണ്, വിവിധ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശ്വാസ്യത സംബന്ധിച്ച മുന്നണികൾ വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ പറയുന്നത് തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ BJPക്ക് ജയസാധ്യതയുണ്ട് എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നേമമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേമത്തിന്റെ ഹൃദയഭാഗമായ കരമനയിലേക്കും അതോടൊപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ ഹൃദയഭാഗമായ കിള്ളിപ്പാലം, ഈ 2 സ്ഥലങ്ങളിലേക്ക്, 2 മണ്ഡലങ്ങളെ കോർത്തിണക്കുന്ന 2 പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രി V ശിവൻകുട്ടി, അദ്ദേഹം നേമമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊട്ട് BJPക്കെതിരെ വലിയ ഡീൽ ആരോപണവുമായി വീണ്ടും സജീവമായി തന്നെ അവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. കാരണം അത്രയ്ക്കൊരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് നേമത്തെ രാഷ്ട്രീയ പോരാട്ടം മാറുന്നുവെന്ന് വേണം പറയാൻ. നേരത്തെ അത് ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPക്ക് ജയിക്കാനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കുകയാണെന്നുള്ള വിമർശനമൊക്കെ CPM നേരത്തെയൊക്കെ ഉന്നയിക്കാറുണ്ടായിരുന്നു. പക്ഷേ K മുരളീധരൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ മത്സരിക്കാനെത്തിയതോടെയാണ് ആ മത്സരചിത്രം ത്രികോണ പോരാട്ടത്തിലേക്ക് മാറിയത്. അതിനപ്പുറത്തേക്ക് K മുരളീധരൻ പിടിച്ച വോട്ടുകൾക്കപ്പുറത്തേക്ക് പിടിക്കാൻ KS ശബരിനാഥന് കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സരഫലം തന്നെ പ്രവചനാതീതമായി മാറും. അതുകൊണ്ടാണ് ഓരോ വോട്ടും നിർണായകമായി കരുതുന്ന നേമത്ത് കൃത്യമായ പിന്തുണ ഉറപ്പാക്കാൻ നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിനെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 1.5 ലക്ഷം പേർ ഈ പ്രചാരണത്തിൽ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പ്രവചനാതീതമായ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.